നമസ്കാരം. ഇതൊരു അമ്മായപ്പനും മരുമകളും തമ്മിലുള്ള കൊണാപ്റ്റിഫിക്കേഷനാണ്. ഇത് പുതിയ സുഹൃത്തുക്കൾക്ക് വേണ്ടിയാണ്. ഈ സംഭവം ഞാൻ ഇതിനു മുമ്പ് മറ്റേ ചാനലിൽ പറഞ്ഞിട്ടുണ്ടോ എന്നൊരു സംശയമുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ മുഖവുര. അതായത് അമ്മായപ്പനും മരുമകൾക്കൊരു 35 ആ റേഞ്ചിലാണ്, 38. ഇയാൾക്കൊരു 55 ആ റേഞ്ചിലാണ്, 55-60 ഇടയിൽ. പക്ഷേ അമ്മായിമ്മ മരിച്ചുപോയി, ഹസ്ബൻഡ് ഗൾഫിലാണ്. പക്ഷെ അമ്മായിപ്പൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇയാൾ സകല വൈൽഡ് ആനിമൽസിനെ തിന്നും. പൂച്ച, വെരുക്, പെരുമ്പാമ്പ്, ചേര. പിന്നെ ഇയാൾ ഭയങ്കര ഒരു എന്താ പറയുക, ടാർസനല്ലേ സിനിമയിലൊക്കെ കാണുന്ന ആ ടാർസൻ്റെ പോലെ ഇയാൾ മരത്തെ കയറി മാങ്ങ വെട്ടിക്കും. അതുപോലെ പുഴയിൽ മീൻ പിടിക്കാൻ പോയിട്ട് മീൻ പിടിച്ചുകൊണ്ടെന്ന് അപ്പം തന്നെ കുക്ക് ചെയ്ത് തിന്നും. ഈ പൂച്ചനൊക്കെ തിന്നുമ്പോൾ വീട്ടുകാർക്കൊരു ചെറിയ വെറുപ്പാണ്. ഇയാൾ സ്വന്തം കുക്ക് ചെയ്താണ് കഴിക്കുക. മെരുവിനൊക്കെ കെണി വെച്ച് പിടിക്കും. പിന്നെ ഇയാൾ തിന്നാത്ത സംഭവമില്ല, ഭയങ്കര ഹെൽത്തി മാനാണ്. ഭാര്യ മരിച്ച ആൾ. അപ്പോൾ ഒരു ദിവസം രാത്രി ചെറിയൊരു മഴയുണ്ട്. മരുമകൾക്ക് കലശലായ തലവേദന. അപ്പോൾ ഇയാൾ പറഞ്ഞു, നീ ഇന്ന് റൂമിലേക്ക് പോയിക്കോ, ഞാൻ ടൈഗർ ബാം എടുത്ത് വരാറ്. അപ്പോൾ ഇവളുടെ ബെഡിൽ പോയി ചാരിങ്ങനെ തലേണ നിവൃത്തി വെച്ച് ചാരിങ്ങനെ ഇരിക്കുക. അപ്പോൾ ഇയാൾ അടുത്ത് പോയിരുന്നിട്ട് നെറ്റിമേൽ കുറച്ച് ടൈഗർ ബാം എടുത്തിട്ട് ഇങ്ങനെ മസാജ് ചെയ്ത് കൊടുക്കുക. കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ഇവളുടെ കണ്ണൊക്കെ കൂമ്പി ഇടയിൽ തുടങ്ങി, ശ്വാസോച്ഛ്വാസത്തിന് സ്പീഡ് കൂടി, ഇവളുടെ ചൂട് നിശ്വാസം ഇയാളുടെ കൈമേക്ക് ഇങ്ങനെയൊക്കെ ആയപ്പോൾ ഇയാൾക്ക് അപ്പം ചോദിച്ചാൽ എന്താ മോളെ, എന്തോ വല്ലായിക എന്തെങ്കിലും ഉണ്ടോ ചോദിച്ചു. വയ്യാഴിക. അപ്പോൾ ഇവള് പറഞ്ഞു, എനിക്ക് എന്തോ പോലെ ആവണം എന്നൊക്കെ പറയും. എന്താണ് ആവണം ചോദിച്ചു. അറിയില്ല. അപ്പോൾ ഇയാൾക്ക് മനസ്സിലായി എന്താണ് വയ്യാഴികയെന്ന്. പിന്നെ ഇയാൾ ടൈഗർ ബാമ്പിൻ്റെ ഡപ്പിൽ നിന്ന് ടൈഗർ ബാം എടുത്തില്ല, മെല്ലെ നെറ്റിമേലും അവിടെ ഇവിടെയൊക്കെ ഒഴിഞ്ഞ ടൈഗർ ബാം കൈമേന്ന് കളഞ്ഞ്. പിന്നെ കവിളത്ത് തലകൊണ്ടൽ തുടങ്ങി. അപ്പോൾ പെണ്ണിന് ചെറിയ അപശബ്ദങ്ങളൊക്കെ പുറപ്പെടാൻ തുടങ്ങി, കണ്ണ് കൂമ്പി അടയാണ്. അതിൽ കൈ മെല്ലെ താഴെ കൊണ്ടുവന്ന് ഇവളുടെ ഷോൾഡറിനെ കയറി പിടിച്ച്, എന്താ മോളെ, നിനക്ക് എന്തെങ്കിലും ആഗ്രഹമുണ്ടോ ചോദിച്ചു. മൗനസമ്മതം. ഇവൾ കണ്ണടച്ച് എന്തോ വികാരപരവശമായിട്ട് ഇരിക്കുക. ഇയാളൊന്നും നോക്കിയില്ല. ഇയാളും കുറച്ച് നാളായിട്ട് പട്ടിണിയല്ലേ. ഇയാൾ ഇവളുടെ ചുണ്ടെടുത്തിട്ട് ലോക്ക് ചെയ്ത് ഒരു 1.5 കേസ്. ഇവളാണെങ്കിൽ വളരെ കോപ്പറേറ്റീവാണ്. ഇങ്ങോട്ടും ആ നേരത്ത് നാ വീട്ടിൽ ആരും വരില്ല, മുന്നിലെ വാതിലടച്ചേക്കണമെങ്കിൽ 2 മാത്രമല്ലേ ഉള്ളൂ. പിന്നെ ഇയാൾ ഇവളുടെ ഡ്രസ്സൊക്കെ റിമൂവ് ചെയ്ത് വെറും ഷഡ്ഡി മാത്രം. ഇത് കണ്ടപ്പോൾ ഇയാൾക്ക് സഹിക്കണില്ല. കാരണം ഈ പെണ്ണ് അതിനു വേണ്ടി ഉണ്ട് മുതലേ. എന്തിനാ ഇതിനൊക്കെ കെട്ടിയിട്ട് അവൻ ഗൾഫിൽ പോയി, അതാണ് ഞാൻ ചിന്തിക്കണേ. പക്ഷെ അതിൻ്റെ ബാക്കി ഞാൻ പറയാം. അങ്ങനെ ഇയാൾക്ക് പണി നല്ലോണം അറിയും. ഇയാൾ അതിനെ നെറുകന്തല മുതൽ കാലിൻ്റെ പെരുവല്ലൽ വരെ ചുംബിക്കും ഒക്കെ ചെയ്ത്, പിന്നെ നാവും കൊണ്ടൊക്കെ ചെയ്ത് കൊടുത്ത് ഈ പെണ്ണ് അലറി വിളിക്കാനൊക്കെ തുടങ്ങി. അതിൽ ഇയാൾ കയറി അടിച്ച് ഇയാൾക്കും പാര ടൈമിങ്ങാണ്, അസലായിട്ട് കളിച്ചു കൊടുത്ത്. അത് കഴിഞ്ഞ് നേക്കഡായിട്ട് ഇവർ കിടക്കുക. അപ്പോൾ ഇയാൾ പറഞ്ഞു, എനിക്ക് ഭയങ്കര കുറ്റബോധം തോന്നണം, നീ എൻ്റെ മോൻ്റെ ഭാര്യയല്ലെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഇവള് പറഞ്ഞ്, അതൊന്നും സാരില്ല, ഇതൊക്കെ ഉള്ളത് തന്നെ, ഞാൻ നിങ്ങളുടെ മോൻ്റെ ഒപ്പം ജീവിച്ചിട്ട് എങ്ങനെ ഒരു കുട്ടി ഉണ്ടായിരുന്നല്ലാണ്ട് ഈ സുഖം എനിക്ക് എൻ്റെ ലൈഫിൽ കിട്ടിയിട്ടില്ല. എനിക്കെന്താണെന്നറിയില്ല, ഇങ്ങനെയൊക്കെ സുഖം ഇതിലുണ്ടെന്ന് എനിക്ക് ഇപ്പോഴാണ് മനസ്സിലായത്. പിന്നെ ഇവർ രാത്രിയൊന്നുമില്ല പകലൊന്നുമില്ല, കളിയോ കളി. അപ്പോൾ ഇടയ്ക്ക് പീരിയഡ്സിൻ്റെ ടൈമൊക്കെ നോക്കി. പിന്നെ ഇയാൾ ടൗണിൽ പോയി കോണ്ടം കൊണ്ടുവരും. പക്ഷെ കോണ്ടൊക്കെ ഉപയോഗിക്കുമ്പോൾ ഇയാൾക്കൊരു ത്രില്ലില്ല. ഏതായാലും ഒരു കൊല്ലമൊക്കെ കഴിഞ്ഞ് ഇവള് ഗർഭിണിയായി കഴിഞ്ഞപ്പോൾ എങ്ങനെയോ
2-3 മാസം കഴിഞ്ഞാൽ വയറ് വീർത്ത് വരുമല്ലോ. ഗൾഫിലിറങ്ങി. അയാൾ ലീവ് എടുത്ത് വന്നു. പ്രശ്നമായി. ആരാണ് ആളെന്ന് വെച്ച് ഇവിടെ ആളെ പറയില്ല പറഞ്ഞു. അങ്ങനെ ഇയാൾ ഇവിടെ ഉപേക്ഷിച്ച് വീട്ടിൽ കൊണ്ടാക്കി. കാരണം പെണ്ണ് വ്യഭിചരിച്ചേക്കാം. അപ്പം എന്താ തന്തയും മോനും കൂടി തെറ്റാണ്ടിരിക്കാൻ വേണ്ടി അവൾ ത്യാഗം ചെയ്തതാണ്. കാരണം മോശമല്ലേ, സ്വന്തം പിതാവിനെ മകൻ്റെ മുമ്പിൽ മോശക്കാരനാക്കണ്ടെന്ന് കരുതി അവൾ നിശബ്ദം സഹിച്ച് വീട്ടിൽ പോയി. ഇവൾ അവിടെ പോയി നിന്ന് പ്രസവിച്ചു. ഇതെല്ലാം കഴിഞ്ഞപ്പോൾ ഇയാൾക്ക് കുറ്റബോധമായിട്ട് ഇയാൾ ഒരു ദിവസം പള്ളിയിൽ നിന്ന് വരുമ്പോൾ ഇയാളുടെ ഒരു സുഹൃത്തിനോട് പറഞ്ഞു, ആ സുഹൃത്ത് മോൻ്റെ സുഹൃത്താണ്, എൻ്റെ സുഹൃത്താണ്. അപ്പം ഇതിനെന്താ ഒരു സൊല്യൂഷൻ? അപ്പോൾ അവളാണെങ്കിൽ കുറച്ച് കഷ്ടത്തിലായി. കുറേ കാലം കഴിഞ്ഞ് സ്വന്തം വീട്ടിലേക്ക് കെട്ടിച്ച വീട്ടിൽ നിന്നൊരു പെണ്ണ് ചെന്നാൽ പ്രത്യേകിച്ച് സാമ്പത്തികമൊന്നും ഇല്ലെങ്കിൽ പരിതാപകരം തന്നെയാണ് കേസ്. അങ്ങനെ ഈ മകനോട് ഈ കാര്യം പറയാം. സുഹൃത്ത് എന്നോട് അഡ്വൈസ് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞത് അവനറിയണം, എന്നാൽ ഇതിനൊരു പരിഹാരം ഉണ്ടാവുള്ളൂ. പക്ഷെ കലാപം ഉണ്ടായ കത്തിക്കുത്തൊന്നും ഉണ്ടാവില്ല എന്ന് എനിക്കറിയാം. കാരണം മകനും കുറച്ച് പുരോഗമന ചിന്താഗതിക്കാരാണ്. അപ്പോൾ പറഞ്ഞു കൊടുത്ത ആൾ പറയുകയും ചെയ്തു, നിൻ്റെ അപ്പനെയും കൂടി തെറ്റിക്കാണ്ടിരിക്കാനാണ് അവൾ, അല്ലെങ്കിൽ അയാൾ ചെയ്താണെന്ന് നമുക്ക് പറഞ്ഞാൽ പോരെ. അവൾ ആത്മാർത്ഥമുള്ളൊരു സ്ത്രീയാണ്, അതുകൊണ്ടാണ് അവളിങ്ങനെ കഷ്ടത്തിലായെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഇവനും കുറ്റബോധേ. തന്തനോട് കുറച്ച് ദേഷ്യമൊക്കെ ഉണ്ട്. അതിൽ ഇയാൾ വേറെ വീടും സ്ഥലവും വാങ്ങിയിട്ട് ഇവിടെ പോയി സ്വീകരിച്ച് കൊണ്ടുവന്നു. അങ്ങനെ പിന്നെ അവരവിടെ ജീവിക്കാം. പിന്നെ കാലങ്ങൾ കഴിഞ്ഞപ്പോൾ പിന്നെ ഇയാൾക്ക് കുറച്ചുകൂടിയൊക്കെ വയസ്സായപ്പോൾ പിന്നെ ഇത് തെറ്റ് പറ്റിപ്പോയില്ലേ, അതങ്ങോട്ട് ക്ഷമിച്ച് പിന്നെ കുറേ കാലം ഇങ്ങനെ അവർ ജീവിച്ച് പിന്നെ എന്തായെന്ന് അറിയില്ല. ഇപ്പോൾ അവിടുത്തെ ഒരു വിവരം എനിക്കറിയില്ല. അപ്പോൾ ഈ ടൈഗർ ബാമൻ ചില സമയത്ത് പ്രശ്നക്കാരനാണെന്ന് പറയാം. ചില സമയം അതാണ് പ്രശ്നം. ചില വൈബ്, ചെറിയ മഴ, പരിസരത്തൊന്നും ആരുമില്ല, ചെറിയൊരു തണുപ്പ്, നല്ല യൗവനയുക്തമായിട്ടുള്ളൊരു പെണ്ണ്, നല്ല ആരോഗ്യമുള്ള ഒരാണോ ഒറ്റക്കൊരു വീട്ടിലൊക്കെ ആകുമ്പോൾ ചിലപ്പോൾ ഇതൊക്കെ സംഭവിക്കും.